ഇറ്റലിയിലെ ഗുബിയോയിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ആക്രമിക്കുന്ന അപകടകാരിയായ ചെന്നായെ അസീസിയിലെ പുണ്യാളൻ ശാന്തനാക്കിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആളുകളെ ആക്രമിക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായി മാറുകയും ചെയ്ത കാട്ടാനയെ ശാന്തനാക്കിയ വിശുദ്ധന്റെ കഥ എത്ര പേർക്കറിയാം? ഈ വിശുദ്ധനാണ് ജോസഫ് വാസ്. ശ്രീലങ്കയിൽ ക്രൈസ്തവ വിശ്വാസം അടിച്ചമർത്തപ്പെടുകയും ദേവാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് സുവിശേഷ തീക്ഷ്ണതയാൽ ജ്വലിച്ച് ജോസഫ് വാസ് ശ്രീലങ്കയിലെത്തിയത്. വൈദികനാണെന്ന ശത്രുക്കൾ തിരിച്ചറിയാതിരിക്കാൻ ഒരു തൊഴിലാളിയായിട്ട് പോലും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വിശ്വാസികളെ സന്ദർശിച്ച് കുമ്പസാരിപ്പിക്കുകയും വിശുദ്ധ കുർബാന നൽകിയും അവരുടെ ആത്മീയ ജീവിതം കരിന്തിരികെടാതെ വിശുദ്ധൻ കാത്തു സൂക്ഷിച്ചു. അങ്ങനെയാണ് ഗോവയിൽ ജനിച്ച അദ്ദേഹം ശ്രീലങ്കയുടെ അപ്പസ്തോലനായി മാറിയത്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ അനുയായിയുമൊത്ത് കാട്ടിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാട്ടാന വന്യമായ ശൗര്യത്തോടെ വിശുദ്ധനു നേരെ പാഞ്ഞെടുത്തത്. നിരവധി പേരുടെ ജീവനെടുത്ത ആ ആനയുടെ തുമ്പിക്കൈയിൽ അപ്പോഴും ചോരയുള്ളതുപോലെ തോന്നിച്ചിരുന്നു. തനിക്കു നേരെ ചിഹ്നം വിളിച്ച് പാഞ്ഞു വരുന്ന ആനയുടെ മുൻപിൽ ജോസഫ് വാസ് അച്ഛൻ അക്ഷോഭ്യനായി നിന്നു. അദ്ദേഹം വെഞ്ചരിച്ച മെഴുകുതിരി കൊളുത്തി ഒരു കൈകൊണ്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആനയുടെ നേരെ ചുവടുകൾ വെച്ചു. മറുകരമുയർത്തി അദ്ദേഹം ആനയോട് ഇപ്രകാരം ആജ്ഞാപിക്കുകയും ചെയ്തു: ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, പോകൂ, പുറകിലേക്ക് പോകൂ, നീ ഇനി ആരെയും ഉപദ്രവിക്കരുത്. വിശുദ്ധന്റെ ശാസന കേട്ട് ആന പുറം തിരിഞ്ഞു. പിന്നെ അത് ശാന്തനായി വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ ഒരിക്കലും ആ ആനയെ ആരും കണ്ടിട്ടില്ല. അതാർക്കെങ്കിലും ഉപദ്രവം ചെയ്തതായി കേട്ടിട്ടുമില്ല. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം എത്രയോ സത്യം അല്ലേ? 2015 ജനുവരി 14 ജോസഫ് വാസിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ജനുവരി 16 വിശുദ്ധന്റെ തിരുനാൾ.